ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് നമുക്കൊരു ഉഗ്രൻ ഉള്ളിത്തീയലുണ്ടാക്കാം. തീയലുണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ചെറിയ ഉള്ളി എടുത്ത് അത് ഏകദേശം ഒരു 100 ഗ്രാമിൽ കൂടുതലുണ്ടാവും എടുത്ത് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് വറുത്തരയ്ക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങയാണ്. ഇതൊരു അരമുറി തേങ്ങയുണ്ട്. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള പുളിക്കായിട്ട് ഒരു നാരങ്ങയുടെ വലുപ്പത്തിനുള്ള പുളി എടുത്ത് നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഈ തേങ്ങ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്തതാണ്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, എല്ലാം ഒരേപോലെ ഫ്രൈ ആവുകയും ചെയ്യും. തേങ്ങയുടെ കൂടെ ഞാൻ ഒരു നുള്ള് ഉലുവ കൂടി ചേർക്കുകയാണ്. എണ്ണ നോക്കിയാൽ ഒരു 10-15 ഉണ്ടാവും. ഇത് നമ്മുടെ കറിക്ക് നല്ല മണവും രുചിയൊക്കെ തരും. തേങ്ങ ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ചുവക്കാൻ തുടങ്ങിയാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് നല്ല ചുവപ്പ് കളറിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്, എങ്കിലേ കറിക്ക് നല്ല കളർ ഉണ്ടാവുള്ളൂ. ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ട് ഒന്നുകൂടി നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കളറായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി എടുത്ത് അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്നും കിട്ടും. ഇനി നമുക്ക് കുതിരാൻ വെച്ചിരുന്ന പുളി എടുത്ത് പിഴിഞ്ഞു വെക്കാം. ഇത് ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. വറുത്ത് വെച്ച തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നോക്കി നന്നായിട്ട് പൊടിഞ്ഞ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം, അരയാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. സാധാരണ തീയലിന് നമ്മൾ വെള്ളം ചേർക്കാതെ അരയ്ക്കണമെന്നാണ് പറയുന്നത്. അമ്മിക്കല്ലിലൊക്കെ അരയ്ക്കുമ്പോൾ വെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താണ് നമ്മൾ അരച്ചെടുക്കാറുള്ളത്. ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ വെള്ളം കൊണ്ട് മിക്സിയുടെ ജാർ ഒന്ന് കഴുകി അതിലേക്ക് ഒഴിക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇത് എണ്ണ തെളിയുന്ന വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തിളച്ച് നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നാലേ തീയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉള്ളിത്തീയൽ പണ്ട് തൊട്ടേ നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാക്കുന്ന ഒരു നാടൻ കറിയാണ്. അപ്പോൾ ഇത് എത്ര ടേസ്റ്റി ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഒരു ദിവസം വെച്ചിരുന്ന അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടി. അപ്പോൾ ഉള്ളിത്തീയൽ ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ.